ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു വെറൈറ്റി ബിരിയാണിയാണ്, കായൽക്കൂട്ട് ബിരിയാണി. അപ്പം ചെമ്മീനും ഞണ്ടും സ്ക്വിഡും എല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെക്കുക. എന്നിട്ട് ആ സ്ക്വിഡിനകത്ത് നമുക്കൊരു സ്റ്റഫിങ് ചെയ്യുന്നുണ്ട്. തേങ്ങയും മുരിങ്ങയിലയും മുരിങ്ങാപ്പൂവും പിന്നെ ഞാൻ ഞണ്ടിൻ്റെ പൊന്നുമാണ് അതിന് യൂസ് ചെയ്തേക്കുന്നത്. നമ്മളൊരു തോരൻ പോലെ അത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ സ്ക്വിഡിനകത്ത് അത് ഞാൻ സ്റ്റഫ് ചെയ്യുവാണ്. സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ നന്നായിട്ട് ഒന്ന് ടൂത്ത് പിക്ക് വെച്ച് അതിൻ്റെ അറ്റം ഒന്ന് കുത്തി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കത് എണ്ണയിൽ വറുത്തെടുക്കണം. അതിനിട്ട് തന്നെ നമുക്ക് ടൈഗർ പ്രോൺസും അതെടുത്ത് കഴിഞ്ഞിട്ട് ആ എണ്ണയിൽ തന്നെ ടൈഗർ പ്രോൺസും ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ മതി. നല്ല ഓറഞ്ച് കളർ ആവുന്നവരെ രണ്ട് സൈഡും ഒന്ന് ഓറഞ്ച് കളർ ആവുന്നവരെ ഫ്രൈ ചെയ്ത് മാറ്റുക. നമ്മളിനി മസാലയിലിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ടൈഗർ പ്രോൺസും മാറ്റി, അത് കഴിഞ്ഞിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ നമുക്ക് അതിനകത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതും ഒരു 3 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് കുക്കായി കിട്ടും. ചെമ്മീനും മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ഞണ്ടും ഫ്രൈ ചെയ്തെടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വേറെ വേറെ വെറൈറ്റി സീ ഫുഡ് ആയതുകൊണ്ട് ഓരോന്നായിട്ടാണ് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഞണ്ടിനെയും ഇതേപോലെ മാരിനേറ്റ് ചെയ്ത ഞണ്ടിനെയും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റാം. അതിനായിട്ട് ഞാൻ ഇതിനകത്തൊരു അരപ്പ് ചേർക്കുന്നുണ്ട്. അത് അണ്ടിപ്പരിപ്പും മല്ലിയിലയും പുതിനയിലയും കൂടെ നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ച് വെക്കുക. അത് കഴിഞ്ഞ് കുറച്ച് നെയ്യിൽ ചതച്ച ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും 2 ടൊമാറ്റോ അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഞണ്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്ത് വെച്ച ടൈഗർ പ്രോൺസും സ്റ്റഫ് ചെയ്ത് സ്ക്വിഡും എല്ലാം ഇട്ടിട്ട് നമുക്ക് അതിനകത്തോട്ട് ആ പേസ്റ്റ് ഒഴിച്ച് കൊടുത്ത് നമുക്ക് അതിനൊന്ന് വേവിച്ചെടുക്കണം. അത് നന്നായിട്ട് വെന്ത് മസാല ഇങ്ങനെ പൊതിഞ്ഞ പരുവത്തിൽ നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്ത് മാറ്റുക. അതേപോലെ സവോളയും നല്ല ബ്രൗൺ ആവുന്ന വരെ വഴറ്റി മാറ്റുക. അരി വേവിക്കാനായിട്ട് ഞാൻ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് നെയ്യും ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് കുതിർത്ത് വെച്ച അരിയിട്ട് വേവിക്കുക. നമുക്ക് ദം ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ മസാല നമ്മുടെ ഞണ്ടും സ്ക്വിഡും എല്ലാം ഇട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത സവാള ഒരു ലെയർ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ആ റൈസ് ഇട്ട് കൊടുക്കുക. റൈസിൻ്റെ മുകളിൽ കുറച്ചൊരു ഗരം മസാലപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം. നമ്മൾ റൈസ് ഗരം മസാല ഒന്നും ഇല്ലാതെ വേവിച്ചേക്കുന്നത്, പക്ഷേ റൈസ് ഇട്ടതിൻ്റെ ഒരു ഗരം മസാലപ്പൊടി അതിൻ്റെ മുകളിൽ തൂവി കൊടുക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ നമുക്ക് അണ്ടിപ്പരിപ്പും സവാളയും ഒക്കെ ഇട്ട് അടുത്ത ലെയർ റൈസും ഇട്ട് കൊടുത്ത് എല്ലാം നല്ല തട്ടിപ്പൊത്തി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇച്ചിരി സാഫ്രണും പാലിൽ കലക്കിയതും ചേർത്ത് നമുക്കതിനെ ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്ത് നല്ല ഒരു 20-30 മിനിറ്റ്സിലേക്ക് നമ്മുടെ കായൽക്കൂട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ സ്ക്വിഡ് സ്റ്റഫ് ചെയ്ത് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. ഓക്കേ.